ഒരു ആരി വർക്ക് പഠിക്കുമ്പോൾ ബേസിക്കായിട്ട് ചെയ്ത് പഠിക്കുന്നത് തന്നെ ചെയിൻ സ്റ്റിച്ചാണ്. ഈ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സെറി ത്രെഡും ലോക്കൽ നീഡിലുമാണ് എടുത്തിട്ടുള്ളത്. ത്രെഡ് ഈ കാണിക്കുന്ന പോലെ നമ്മുടെ 3 വിരലിലായിട്ടാണ് ടൈറ്റ് ചെയ്ത് പിടിക്കേണ്ടത്. തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും ചേർത്താണ് ത്രെഡ് പിടിക്കേണ്ടത്. ഈ പിടിച്ച ത്രെഡ് നമ്മുടെ ഫ്രെയിമിന് അടിയിലായിട്ടാണ് കൊണ്ടുവരേണ്ടത്. അതിനുശേഷം ചെയ്യുന്നത്, ആദ്യം ത്രെഡ് ഇതുപോലെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ത്രെഡ് ഇതുപോലെ പുറത്തെടുത്ത് കൊണ്ടുവന്ന ശേഷം തൊട്ടടുത്തൊരു ചെയിൻ കൊടുക്കുക. ചെയിൻ കൊടുത്തിട്ട് പുറകോട്ട് വലിക്കുമ്പം അവിടെ അതൊന്ന് ടൈറ്റ് ആവും. അതിനുശേഷം വേണം ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് കൊടുക്കുന്നതാണ് ഈ ആദ്യം കാണിച്ച ഈ കെട്ട് വീഴുന്നതും. ഇനി എങ്ങനെയാണ് ഈ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഈ ഹെഡ് പാർട്ട്, അതായത് നമ്മുടെ നീഡിലിൻ്റെ ഹെഡ് പാർട്ട് മുന്നോട്ട് നോക്കിയാണ് നിൽക്കേണ്ടത്. ഇങ്ങനെ മുന്നോട്ട് പിടിച്ച ശേഷം അത് ക്ലോത്തിനകത്തൂടെ കടത്തിയെടുത്ത് കയ്യിലിരിക്കുന്ന ത്രെഡിലൂടെ ചുറ്റി കൊടുത്ത് ഇതുപോലെ നീഡിലും കൂടെ തിരിച്ചാണ് മുകളിലോട്ട് എടുക്കേണ്ടത്. ഈ കാണിക്കുന്ന പോലെ നീഡിലും തിരിക്കണം. നീഡിലും കൂടെ തിരിച്ചാൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്തെടുത്ത ശേഷമാണ് ഒരു ചെയിൻ അവിടെ ഫോം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. അതായത് നമ്മൾ ഇതുപോലെ നീഡിൽ ക്ലോത്തിനുള്ളിലൂടെ ഇടുമ്പോൾ അടിയിൽ എന്താണ് നടക്കുന്നതെന്നും കൂടെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതുപോലെ നീഡിൽ ക്ലോത്തിൻ്റെ ഉള്ളിലൂടെ ഇടുന്നതാണ് ഈ കാണിക്കുന്നത്. മുകളിലാണ് നമ്മൾ നേരത്തെ കണ്ട ചെയിൻ സ്റ്റിച്ച് ഇട്ടെടുത്തത്. ഇതിപ്പോൾ ക്ലോത്തിന് അടിയിലായിട്ട് ഇതുപോലെ നമ്മൾ ത്രെഡ് നീഡിൽ ചുറ്റി കൊടുക്കണം. ഇങ്ങനെ ചുറ്റി കൊടുക്കുന്ന പ്രോസസ്സാണ് നേരത്തെ കാണിച്ചത്, മുകളിൽ ചെയ്ത് കാണിച്ചത്. ഇതുപോലെ ചുറ്റി കൊടുക്കുന്നത് മുകളിലൂടെ വലിച്ചെടുത്ത് നീഡിലും കൂടെ റൊട്ടേറ്റ് ചെയ്താണ് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നത്.